ആമേൻ. ഈ രാവിലത്തെ ചിന്തകൾക്ക് ആധാരമായി ബുക്ക് ഓഫ് ജോയൽ, യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങൾ ആരെങ്കിലും ശ്രദ്ധ വായിക്കാം. ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 28 and 29. ആമേൻ. അതിനുശേഷമോ ഞാൻ സകല ജഡത്തിനുമേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരെ പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. It says in Joel 2 verses 28, and afterward I will pour out my spirit on all people. Your sons and daughters will prophesy. Your old men will dream dreams. Your young men will see visions. Praise the Lord. ഈ രാവിലെ ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചു ഞാൻ എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്ന്. You know that since I've read this from this word, you know what I'm going to talk about. എന്നാൽ അതല്ല ഇന്നത്തെ വിഷയം. That's not my topic. പ്രസംഗം മാറിയിട്ടുണ്ട്. Message has changed. യോവേലിന്റെ പുസ്തകത്തിന്റെ പശ്ചാത്തലം ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. I would like to give the background about the book Joel. സ്തോത്രം. ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട തീം റെസ്റ്റോറേഷൻ എന്ന ഒരു വാക്കാണ്. The theme of this book is about restoration. Praise the Lord. ദൈവം റിസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ്. God is a God of restoration. ദൈവം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. God is a God who rescues us. 1-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ പെതുവേലിന്റെ മകനായ യോവേലിന് യഹോവയ്ക്കുണ്ടായ അരുളപ്പാട് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. In chapter 1 verses Joel, it says about the son of Penuel, Joel. നിങ്ങൾ ഈ ബൈബിളിൽ ഈ വാക്യങ്ങൾ കൂടെ കടന്നു വരണം. ഞാൻ ഓരോ വാക്യങ്ങളിലൂടെയാണ് ഇന്ന് രാവിലെ പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. You have to come with me through the scriptures. I would like to really go. 4-ാമത്തെ വാക്യം പറയുന്നു, തുള്ളൽ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു, വെട്ടിക്കിളി വീട്ടിൽ തിന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. It says in chapter 1 verses, for what the locust swarm has left, the great locust have eaten. What the great locust have left, the young locust have eaten. അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ഈ ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. So in this context of this chapter, there is a great famine is happening in this city. 10-ാമത്തെ വാക്യം പറയുന്നു, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞു വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. Verses 10, it says that the fields are ruined, the grounds is dried up, and the grain is destroyed, and the new wine is dried up, the olive fields. 12-ാമത്തെ വാക്യം പറയുന്നു, മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം ഈന്തപ്പഴം നാരകം പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു, ആനന്ദം മനുഷ്യനെ വിട്ട് മാഞ്ഞുപോയി. Verses 12, it says the wine is dried up and the fig tree is withered, the pomegranate, the palm and the apple tree, all the trees of the field are dried up, surely the people's joy is withered away. ഒന്നാമത്തെ ചിന്ത, സ്തോത്രം, ദേശത്ത് ക്ഷാമം ഉണ്ടായാൽ അത് ജനത്തെ ബാധിക്കും. The first thing that I want to discuss is that when there is a famine in the city, it affects the people. അത് ഭൗതിക മേഖലകളിൽ മാത്രമല്ല, നമ്മുടെ മാനസിക മേഖലകളിലും അത് നമ്മെ ബാധിക്കുവാനിടയായിത്തീരും. Not just financially it affects, but it also affects emotionally. Praise the Lord. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നു, ആനന്ദം മനുഷ്യനെ മാഞ്ഞുപോയി, വിട്ടു മാഞ്ഞുപോയി. And that's why in the word it says that surely the people's joy is withered away. ക്ഷാമമുള്ള ദേശത്ത് ആനന്ദമില്ല. When there is famine in a town or in a city, there is no joy. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ആനന്ദം നഷ്ടപ്പെട്ട ഏതെങ്കിലും മേഖല ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ ആ മേഖലകളിലെ ദുഷ്ടശക്തികൾ ഒരു ക്ഷാമം ഇടുന്നു എന്നുള്ളതാണ് ഈ പദത്തിന്റെ ആത്മീയാർത്ഥം. If this morning you are with in any of the areas of your life is without joy, it means that there is a famine in that area. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ക്ഷാമങ്ങൾ ചില നിമിഷങ്ങളിൽ നേരിടാറുണ്ട്. In our Christian life there are different areas that goes dry or we are in a famine. ആത്മീയ ക്ഷാമം നേരിടാറുണ്ട്. We have spiritual dryness. എന്താണ് ആത്മീയ ക്ഷാമം എന്ന് പറഞ്ഞാൽ? What is spiritual dryness? ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ പോകുന്ന അവസ്ഥ. Because we cannot return into the word of God. പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത അവസ്ഥ. We cannot pray. ഉപവസിക്കുവാൻ കഴിയാത്ത അവസ്ഥ. We cannot fast. ദൈവത്തിലേക്ക് സ്തോത്രം മനം തിരിയുവാൻ കഴിയാത്ത അവസ്ഥ. We cannot return to the Lord. എന്തോ എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന അവസ്ഥ. There is something that's withholding from me അപ്പോൾ God. ദൈവത്തിൽ നിന്ന് സ്തോത്രം അകലുന്നതെല്ലാം ക്ഷാമമാണ്. Anything that separates us from God is a famine.
മുടിയൻ പുത്രനെ കുറിച്ചുള്ള കഥ നമുക്കറിയാം. അവൻ പിതാവിന്റെ വീട്ടിലെ സകല അനുഗ്രഹവും അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവനാണ്. We know about the son who had all the things at his father's house. എന്നാൽ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അവന് തോന്നി ഭവനം വിട്ടു പോകണമെന്ന്. And one day, with all the pleasures that he had, he decided that he had to go away from his father's house. എന്നാൽ ഭവനം വിട്ടുപോയി. അവൻ ഉണ്ടായിരുന്ന സമ്പത്തുമായി അവൻ ഭവനം വിട്ടുപോയി. എന്നാൽ വചനം പറയുന്നു, സ്തോത്രം, അവന്റെ ജീവിതത്തിലെ സകല സമ്പത്തും തീർന്നു. He took all the luxuries from his dad's house and he left, but the word says that all got emptied. അവൻ ഓർത്തത് ഭൗതിക സമ്പത്താണ് സമ്പത്തെന്നാണ് അവൻ ഓർത്തത്. He thought that it was all about luxuries or the financial things that he would get from his എന്നാൽ dad. യഥാർത്ഥ സമ്പത്ത് അവന്റെ ഭവനവും അവന്റെ അപ്പനുമായിരുന്നു. But the real treasure was his father's house and his father. അപ്പന്റെ വീട്ടിൽ നിറങ്ങി അപ്പനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ അവന്റെ ഭൗതിക നന്മ കുറയുവാൻ When തുടങ്ങി. he left his house and when he separated from his father, that's when he lost the real treasure. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവിൽ ഈ ദൂത് പറയട്ടെ, ദൈവിക ബന്ധത്തിൽ നിന്ന് നാം അകലും തോറും ക്ഷാമം നമ്മെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. So this morning I want to remind you that it is not the other factors. When you get separated from the father, that's when a real famine hits in your life. ആ വചനത്തിൽ നമുക്കറിയാൻ കഴിയുന്നു, ആ മനുഷ്യൻ അവസാനം സ്തോത്രം കഴിക്കുവാനൊന്നുമില്ല, പന്നിവര അവൻ കഴിക്കുവാൻ തുടങ്ങി. You know that from that chapter what happened at last when all his luxuries and treasures when it was all emptied, he had to even eat from the pig. അങ്ങനെ പന്നിവരെ തിന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അവന്റെ അകത്തൊരു സുബോധമുണ്ടായി. When that disappointment came into his mind, there was a thinking that suddenly lightened his. Praise the Lord. 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 ഇന്ന് പലരും ക്ഷാമത്തിലാണ് കിടക്കുന്നെങ്കിലും ക്ഷാമമാണെന്ന് പോലും ചിലർക്ക് അറിയത്തില്ല. Though there are many people who are in famine, they do not realize where they are. എന്നാൽ നമ്മള് സ്നേഹത്തോടെ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഒരു നല്ല പുത്രനായിരുന്നു. Though we say that he was a lost son, but we can recognize that he was a good അവന്റെ son അവസ്ഥയെക്കുറിച്ചുള്ള ബോധ്യം അവനുണ്ടായിരുന്നു. because he was enlightened of the state that he was in. അവന്റെ അപ്പന്റെ വീടിനെ കുറിച്ച് ഓർത്തു. When he was enlightened, he remembered about his father's അപ്പന്റെ house. വീട്ടിലെ വേലക്കാർ തിന്നും കുടിച്ചും ആനന്ദിക്കുന്ന അവൻ ഓർക്കുവാനിടയായി തീർന്നു. He thought about the pleasures and the luxuries that he had at his father's house. അവനിപ്പോൾ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. Now he is going back to the father's house. അവന്റെ അകത്ത് ഒരു അനുതാപമുണ്ടായി. There was an enlightenment, or അവന്റെ അകത്തൊരു മാനസാന്തരമുണ്ടായി. there was an enlightenment in his അവനിങ്ങനെ heart. വരുന്ന വഴിക്ക് പറയുന്നുണ്ട്, ഞാൻ അപ്പനോടും ദൈവത്തോടും പാപം ചെയ്തു. When he was on his way back to his father's house, he says that I have sinned against my father and my പേരാണ് God. മാനസാന്തരം. It is called repentance. Praise the Lord. ഈ പുസ്തകത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ, When we come back to this book, ഇപ്പോൾ ക്ഷാമം നേരിട്ട ദേശത്ത് എന്തു ചെയ്യണമെന്നാണ് ഈ പ്രവാചകൻ പറയുന്നത്. Joel the prophet talks about what you have to do when you are in a famine. ഇവിടെ പറയുകയാണ്, പുരോഹിതന്മാരെ രട്ടുടുത്ത് വിലപിപ്പീൻ. Here in the verses it says that put on sackcloth, you priest, and mourn. യാഗപീഠത്തിന്റെ ശുശ്രൂഷകർക്കാരെ മുറയിടുവീൻ. Wail, you who minister before the altar. 14ാമത്തെ വാക്യം പറയുന്നു, ഒരു ഉപവാസ ദിവസം നിയമിപ്പീൻ. Declare a holy fast, call a sacred assembly. സഭായോഗം വിളിപ്പീൻ. Call a sacred assembly. മൂപ്പന്മാരെ ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് കൂട്ടിവരുത്തുവീൻ. Summon the elders and all who live in the land to the house of the Lord your God. യഹോവയോട് നിലവിളിപ്പീൻ. And cry out to the Lord. 16ാമത്തെ വാക്യം പറയുന്നു, നമ്മുടെ കണ്ണിന് മുൻപിൽ ആഹാരവും നമ്മുടെ ദൈവത്തിന്റെ ആലയത്തിൽ സന്തോഷവും ഉല്ലാസഘോഷവും അറ്റുപോയല്ലോ. Has not the food been cut off before our very eyes, joy and gladness from the house of our God? Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. 2ാമത്തെ അധ്യായത്തിന്റെ 12ാമത്തെ വാക്യത്തിൽ In chapter 2 verses 11, വീണ്ടും പ്രവാചകൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. the prophet is continuing.
എന്താ കണ്ടിന്യൂ ചെയ്യുന്നത്? What does it say? എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും എങ്കിലേക്ക് തിരിവീൻ. Even now declares the Lord, return to me with all your heart, with fasting and weeping and mourning. വസ്ത്രങ്ങളിലെ ഹൃദയങ്ങളെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവീൻ. Rend your heart and not your garments. Return to the Lord your God. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനാണ്. Amen. For he is gracious and compassionate, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. slow to anger and abounding in love, Praise the and Lord. he relents from sending calamity. Praise the Lord. Amen. Praise the Lord. Amen. ഉള്ളിൽ റിപ്പന്റൻസ് വന്നു കഴിയുമ്പോൾ When you have repentance in your heart, ഇവിടെ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിങ്കിലേക്ക് തിരിവീൻ. here the prophet says that you will return to the Lord. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഉപവാസത്തിന്റെ ഒരു കാരണം കൂടെ പറയാം. Because of that, in this morning, I would like to tell about one thing about fasting. ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിനെ ഉപവാസം എന്ന് പറയും. When you will return to the Father, when you will return to the Lord, that's what fasting is called. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അവിടെ അവിടെ ഇൻക്ലൂഡിംഗ് ഈവൻ പുരോഹിതനെയും അവിടെ പുരോഹിതനെ കാണിക്കുകയാണ്. And even he was depicting the priest. Praise the Lord. Praise the Lord. അവിടെയുള്ള സകലരും ഈ ഉപവാസത്തിങ്കിൽ ദൈവത്തിങ്കിലേക്ക് തിരിയണം. And he is talking about everyone who was there to return to the Lord with fasting. ഇങ്ങനെ തിരിഞ്ഞാൽ If we return, വചനം പറയുന്നു, the verse says, അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനാ. for he is gracious and compassionate, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. slow to anger, abounding in love, and he relents from sending ഇന്ന് രാവിലെ calamity. ദൈവത്തിലേക്ക് നാം മടങ്ങി വരുമ്പോൾ This morning, when we return to the Father, അവൻ ദേശത്ത് ചെയ്യുവാൻ പോകുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. amen, he will relent about the calamity that's about to happen in the city. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അങ്ങനെ പ്രവാചകന്റെ ശബ്ദം കേട്ട് ഈ ജനം ദൈവത്തിലേക്ക് മടങ്ങി വരുന്നു. The people hears the voice of the prophet and Verse number returns to the 17, Lord. 17ാമത്തെ വാക്യം പറയുന്നു, Verse 17 it യഹോവയുടെ says, ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെ യാഗപീഠത്തിന്റെ മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ. Verse 17 it says, let the priest who minister before the Lord weep between the portico and the altar. Let them say, spare your people, Lord. ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിന്റെ അവകാശത്തെ നിന്നയ്ക്ക് ഏൽപ്പിക്കരുതേ. Do not make your inheritance an object of scorn, a byword among the nations. അവർ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്നിങ്ങനെ പറയട്ടെ. Why should they say among the peoples, where is their God? ഇപ്പൊ പുരോഹിതന്മാരും സ്തോത്രം സഭയും ഒരുമിച്ച് ദൈവസനിലേക്ക് മടങ്ങി വന്ന സ്തോത്രം ദൈവസനിലേക്ക് ഏറ്റു പറഞ്ഞപ്പോൾ, When all the ministers of the Lord and the priest came back and repented before the Lord, 18ാമത്തെ വാക്യം പറയുന്നു, verses 18 it says, നോക്കിക്കേ, യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ചു, തന്റെ ജനത്തെ ആദരിച്ചു. it says in verses 18, then the Lord was jealous for his land and took pity on his people. 19ാമത്തെ വാക്യം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും. Amen. Verses 19 it says, the Lord replied to them, I'm sending you നിങ്ങൾ grain, new അതിനാൽ wine and തൃപ്തി olive oil, പ്രാപിക്കും. enough to satisfy you ഞാൻ fully. ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയില്ല. Never again will I make you an object of scorn to the nations. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വരെ നിന്ദിക്കപ്പെട്ട പല മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. Because of that, there are a lot of areas in your life that you എന്നാൽ were. ദൈവത്തിലേക്ക് മടങ്ങി വന്നെന്ന് മനസ്സാന്തരപ്പെട്ട് ഉപവാസത്തോട് കണ്ണുനീരോടും ദൈവസന്നിധിയിലേക്ക് അലമുറയിട്ട് തിരിച്ചു വന്ന ദൈവജനത്തോട് ദൈവം പറയാ, ഇനിയും Amen, Jesus. നിങ്ങളെ ഞാൻ നിന്നാ വിഷയമാക്കുകയില്ല. Amen. There were areas in your life that you were ashamed about, or the things that were struggle. But when you come to the Lord with fasting and prayer, He said that I will no more make you scorn to the nations. 24ാമത്തെ വാക്യം പറയുന്നു, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. Verses 24 it says that the threshing floors will be filled with ചക്കുകൾ grain. വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയും. The vats will overflow with new wine and oil. 25ാമത്തെ വാക്യം പറയും, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ച എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളന് പച്ചക്കുഴു തിന്നുകളഞ്ഞ സമ്പത്സരങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. Verses 25 it says, I will repay you for the years of the locust have eaten, the great locust and the young locust, the other locust and the locust swarm. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ജനം അകന്നു പോയപ്പോൾ തുള്ളനെയും വിട്ടുക്കിളിയും വിട്ടിലിനെയും പച്ചപ്പുഴുവെ അയച്ച ദൈവം തന്നെയായിരുന്നു.
When the people separated from the Lord, the Lord sent them the great locust, the young locust, and the other locust, and അപ്പോൾ the locust ദൈവത്തിന്റെ swarm. ന്യായവിധിയുടെ ഭാഗമായിട്ടാണ് ഈ ചെറിയ ക്രീച്ചേഴ്സ് അവിടെ കടന്നു വന്ന് അവരുടെ നന്മയെ അപഹരിച്ചു കൊണ്ടുപോയത്. These creatures were sent as a judgment because of their sinful life. എന്നാൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ഒരു ജനത്തോട് പരിശുദ്ധാത്മാവ് പറയാണ്, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത്, ഇന്നലകളിൽ പച്ചപ്പുഴും വിട്ടിലും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ മടക്കി തരുന്ന ശക്തി ദൈവമാണ്. When that same people return to the Lord, it says that what the locust, what the young locust, the other locust, and the locust swarm has eaten over the years, I will return it to you. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അങ്ങനെ മടങ്ങി വരുമ്പോൾ 26ാമത്തെ വാക്യം പറയും, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി. Verses 26 it says, when you will return, you will have plenty to eat. നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. And you will praise the name of the Lord your God who has worked wonders for you. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതികൂലം മാറി ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയ. And due to that, the areas that you were struggling, and now it has been removed. നഷ്ടപ്പെട്ട സന്തോഷം മടങ്ങി വന്നു. The joy that you lost, it will return. നഷ്ടപ്പെട്ട ധാന്യം മടങ്ങി വന്നു. The grains that was taken നഷ്ടപ്പെട്ട away will ചക്കുകളിൽ return. വീണ്ടും എണ്ണ കൊണ്ട് നിറഞ്ഞു. The vats that was emptied, it will be overflowing. ഇതുവരെ വരണ്ടുപോയ മേഖലകളുടെ മേൽ പുതു മുള പുറപ്പെട്ടു. Amen. The things that were dried out, new sprouts are sprouting up. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു ദൂത് കൂടെ ഞാൻ പറയാം. This morning, today, I want to declare a prophetic word. ഒരു ദൈവപൈതൽ ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ, ഒരു ദൈവപൈതൽ ദൈവത്തിലേക്ക് മടങ്ങുമ്പോൾ, When a child of God returns to the Lord, ദേശത്ത് പോലും അതിന്റെ മാറ്റമുണ്ട്. there will be change in the city that he is in. ഇന്നലെ വരെ വരണ്ടുപോയ മേഖലകളുടെ മേൽ In the situations that were dried before, ചില പുതിയ നാമ്പുകൾ പുറപ്പെടും. new seeds or new things will sprout forth. ഇന്നലകളിൽ സ്തോത്രം വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴു തിന്ന് കളഞ്ഞ് വരണ്ടിരുന്ന മേഖലകളുടെ മേൽ What the swarm and the locust and the young locust have eaten, അതിന്മേൽ പുതു നാമ്പുകൾ, സ്തോത്രം, പുതിയ സസ്യങ്ങൾ, പുതിയ പച്ചപ്പ്, പുതിയ നിറവ്, പുതിയ ആനന്ദം അതിന്മേൽ ഉണ്ടാകും. സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. new things will break forth, new treasures will break forth, it will be green pastures. Praise the Lord. 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 അതുകൊണ്ട് അവിടെ പ്രവാചകൻ അവസാനിപ്പിക്കുന്നില്ല. The prophet doesn't end there. പ്രവാചകൻ പറയുകയാണ് 28ാമത്തെ വാക്യം. The prophet says in verses 28, അതിന്റെ ശേഷമോ and afterward ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. I will pour out my spirit on all people. എന്തുകൊണ്ടാണ് ഇപ്രകാരം പറയുവാനിടയായത്? Why does the prophet say like this? ഇന്നലകളിൽ നിങ്ങളെ ദേശത്ത് നിന്ന് നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ തന്നെ ക്ഷയിപ്പിച്ച ചില മേഖലകൾ ഉണ്ടായിരുന്നു. There are areas previously that has really dried up your spiritual life. ആ മേഖലയുടെ പേരാണ് ജഡം. That's called the flesh. എല്ലാവരും പറഞ്ഞാട്ടെ, ജഡം, Flesh. ജഡം, Flesh. ജഡം. Flesh. Yes, ജഡം. Flesh. അപ്പോൾ ഇന്നലകളിൽ എന്നെ ക്ഷാമത്തിലേക്ക് നടത്തിയ എന്താന്ന് ചോദിച്ചാൽ ജഡം. What have taken you into famine? It is flesh. ഈ ഡേവിഡ്സന്റെ കൂടെ ഇത് പ്രീച്ച് ചെയ്യാൻ എന്തൊരു സന്തോഷം. സ്തോത്ര സോഫ്റ്റ് ആയിട്ടാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിൽ ഇവര് നമ്മെ ക്ഷാമത്തിലേക്ക് നടത്തിയ ജഡം. It was the flesh that took you into എന്നാൽ ഇന്ന് പകൽ this അതിനെ morning. അതിജീവിക്കാൻ If you want to overcome that, പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. the Holy Spirit is about to do something. എന്റെ ജഡത്തിൽ മേൽ അവന്റെ ആത്മാവിനെ പകരാൻ Amen. തീരുമാനിച്ചു. He is going to pour out his spirit on the flesh. ഇത് പറയുന്ന പഴയ നിയമത്തിൽ കേട്ടോ. It is talking in the Old Testament. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പുതിയ നിയമ വിശ്വാസിയെ, The new believers who are hearing me this morning, വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലേ, the born again believers, ദൈവസഭയുടെ ഭാഗമായ ശരീരത്തിന്റെ ഭാഗമായ ദൈവ പൈതലേ, the one who are in the New Testament and in the body of the Christ, ഇന്ന് പകൽ
this morning, ജഡത്തെ അതിജീവിക്കുവാൻ ദൈവം നിന്റെ മേൽ പകരുന്ന ഒന്നിന്റെ പേരാണ് ദൈവത്തിന്റെ ആത്മാവ്. man, if you want to win your flesh, it is the one thing that he pours out. It is his spirit. Praise the Lord. 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 ചിലപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും, കുഞ്ഞുങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തിനാ പാസ്റ്റർ ഇത്രമാത്രം തുള്ളുന്നത്, എന്തിനാ കൈയടിക്കുന്നത്, എന്തിനാ അന്യഭാഷ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയാം, അകത്തെ ജഡത്തെ മരിപ്പിക്കണമെങ്കിൽ അകത്തെ ആത്മാവ് ഇറങ്ങണം. You might ask, especially young children, why are you clapping your hands? Why are you praying? Why are you shouting like this? Let me tell you, if you want to die your flesh, you have to be filled with that spirit. വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ നമ്മളെല്ലാം ആത്മാവിനാല വീണ്ടും ജനിച്ചത്. When you were born again, we were all filled with the spirit. എന്നാൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ ജഡത്തിൽ ജയിപ്പിക്കാൻ പരിശുദ്ധാത്മാവ്, ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മസ്നാനത്തിന്റെ അനുഭവം ദൈവമക്കളുടെ മേൽ അവൻ പകരുകയാണ്. When you were born again, you were filled with the spirit, but to have that continual process, when you walk by the spirit, your flesh will be dying. അങ്ങനെയാണെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ചത് കൊണ്ട് സ്തോത്ര നിത്യതയിൽ എത്തണമെന്ന് നിർബന്ധമില്ല കേട്ടോ. It is not necessary that you get born again and you will have eternal life. ഇനി ആരെങ്കിലും ബ്രദറൻകാർ അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ തിരുത്തി എഴുതിക്കോ, വീണ്ടും ജനിച്ചത് കൊണ്ട് നിങ്ങൾ നിത്യതയിൽ എത്തത്തില്ല. If somebody has taught you like that, if you're born again, you are getting eternal life. That's a വീണ്ടും ജനിച്ചതെങ്കിലും സ്തോത്ര രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് സാങ്ക്ടിഫിക്കേഷനിലൂടെയാണ്. Though you were born again, the process of salvation happens by sanctification. അപ്പോൾ വിശുദ്ധീകരണത്തിന് ഈ ഭൂമിയിൽ വിശുദ്ധയായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ജഡത്തിൽ വരണം. In order to walk righteously, in order to walk in holiness, you will have to have the Holy Spirit inside of എൻ്റെ you. ശരീരത്തിൽ ദൈവാത്മാവ് വന്ന് ടച്ച് ചെയ്യണം. Amen. The Holy Spirit has to touch in your body. എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഉണ്ടാകണം. You will have to have the touch of the Holy Spirit to walk ആത്മാവിന്റെ like that. സ്തോത്ര ആത്മാവിനെ എൻകൗണ്ടർ എൻ്റെ ശരീരത്തിൽ മേൽ നേരിടണം. There has to be an encounter in your physical body of the Spirit in order to take that place. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ വരെ ആത്മാവിന്റെ ഒരു എൻകൗണ്ടർ എൻ്റെ ശരീരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാവിലെ ദൈവോയിതലെ നീ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മശക്തി എൻ്റെ ശരീരത്തെ വന്നടിക്കണേ. Amen. Till this morning, if you have not experienced the touch of the Spirit, I want you to pray that today you may receive that touch from the Spirit. Hallelujah. Amen. Hallelujah. Amen. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Are you with me? ഉള്ളവരെല്ലാം സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. Say hallelujah. Praise the Lord. Praise the Lord. അപ്പോൾ ആത്മാവിന്റെ ശക്തി ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ When the Spirit of the Lord comes upon somebody, എന്താ സംഭവിക്കുന്നത്? what happens? ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. It says in the word, your sons and daughters will prophesy. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. Your old men will dream dreams. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. Your young men will see visions. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഒരു ചിന്തയുണ്ട്, ആത്മാഭിഷേകം എന്ന് പറഞ്ഞാൽ അന്യഭാഷ 2 വാക്ക് അന്യഭാഷ പറയുക, അവസാനത്തെ രണ്ടാമത്തെ പാട്ടിന് അതോടെ ഇതെല്ലാം തീർന്നെന്നാ വിശ്വസിക്കുന്നത്. Especially in our Pentecostal background, we think that it's all about speaking in tongues and it's all done. എന്നാൽ ആത്മാവ് ഒരുവന്റെ മേൽ വന്നു കഴിയുമ്പോൾ സ്തോത്രം, അവൻ അന്യഭാഷ ഭാഷണം മാത്രമല്ല, അവൻ പ്രവചിക്കുവാനും തുടങ്ങും. Amen. But when the Spirit of the Lord descends upon somebody, it's not just about tongues, but they will start പ്രവചിക്കുക മാത്രമല്ല 9 വിധ കൃപാവരങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വീണ്ടും പൗലോസിലൂടെ പുസ്തകത്തിൽ Not പറയുന്നുണ്ട്. just prophesying. When the Spirit of the Lord comes upon, it's not just about prophesying, but about the 9 gifts that will be operated. ആ കൃപാവരങ്ങൾ ഇവിടെ വരുന്ന ഗസ്റ്റ് പാസ്റ്ററിന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒന്നല്ല, വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാ ദൈവ പൈതലും ദൈവം കൊടുത്ത അനുഭവമാണ്. And the gifts of the Holy Spirit, it's not about the ministers that's available, but it's available and ready for everybody who desires. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. Stotram. Amen. 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 Jesus. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. The people who are understanding this. സ്തോത്രം. സ്തോത്രം. Jesus. അങ്ങനെയാണെങ്കിൽ അന്യഭാഷ പ്രാപിച്ച ദൈവമക്കളോട് ഞാൻ പറയാം,
I want to remind the people who have received the gift of പരിശുദ്ധാത്മാവ് tongues. പറയുന്നു നിങ്ങൾ പ്രവചനത്തിനായി വാഞ്ചിക്കണം. And you have to desire for the gift of prophesying. അപ്പൊ ചിലർ ചോദിക്കും, കർത്താവേ, ഞാൻ ഇതുവരെ ഉപദേശിച്ച് ഞാൻ അന്യഭാഷ പോലും പ്രാപിച്ചിട്ടില്ല. And somebody will ask me that I have not even received the gift of tongues. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പുതുഭാഷ നിങ്ങളുടെ നാവി വരാൻ നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കണം. Amen. If that's your situation today, this morning, you have to give yourself into the Holy Spirit to be filled with the spirit of tongues. എനിക്കറിയാം ഇതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ അടിച്ചവർ ഇതിന് നടുവിലുണ്ട്. And I know very well know that there are people who have had this experiences before. ദൈവശക്തിയുടെ അതിന്റെ അടുത്ത അനുഭവമായി പുതുഭാഷ നിങ്ങളുടെ നാവിൽ വന്നവരുണ്ട്. I know that there are people who have received the gift of tongues previously. എന്നാൽ ഇത് പ്രാപിക്കാത്ത ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, ഈ ഉപദേശി പറയുന്ന സത്യമാണെങ്കിൽ എന്റെ ജഡത്തിൽ അങ്ങയുടെ ആത്മശക്തി വന്നൊന്ന് അടിക്കണേ. If this morning you are in with that desire to be filled with the gift of tongue, if you sincerely desire this morning, ask the Holy Spirit that you may fill with the power of the gift of tongue on my flesh. ഞാനിത് പറയുന്ന വെറുതെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനല്ല. I'm not talking about just to create a hype. ഞാനൊരു ഉപദേശം എന്ന നിലയിൽ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പറയാ. With the heart that I have, with love, I am telling you. നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചാൽ, if you receive the Holy Spirit, പരിശുദ്ധാത്മാവിനെ അകത്ത് പ്രാപിച്ചാൽ, if you receive the Holy Spirit in your heart, ജീവിതത്തിന്റെ അവസ്ഥയ്ക്ക് ഭയങ്കര മാറ്റം ഉണ്ടാവും. there will be a huge difference in your life when you walk with that Holy Spirit. ഇന്ന് വരെ ഞാൻ ജീവിക്കുന്ന ജഡത്തിലാണ്. Till now I was being walked in the natural flesh. Natural life എന്ന് പറഞ്ഞ ജഡം സ്തോത്രം എല്ലാം ഞാൻ ജഡത്തിന്റെ കണ്ണോടെ കാണുന്നത്. Everything that I even look at, it's all about the fleshly desires that I have. ജഡത്തിന്റെ പെർസ്പെക്റ്റീവില ഞാൻ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. Anything that I operate and anything that I see, it all comes from the desire of my എൻ്റെ flesh. അകത്തെ മനുഷ്യന്റെ മേൽ, എൻ്റെ അകത്തെ അന്തരാത്മാവിന്മേൽ ദൈവാത്മാവ് വന്നാൽ എൻ്റെ ജഡത്തിന്റെ ഷെല്ല് ഞാൻ പൊട്ടിച്ച് ഞാൻ എല്ലാ ആത്മകണ്ണി കാണാൻ തുടങ്ങും. But if you are a person who is operating in that fleshly thoughts, I want to remind you that if you will be receiving that spirit on your flesh, from now you will be operating and you will be seeing everything in that spiritual realm. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിലർ ഇതിനകത്ത് ഭയങ്കര തുള്ളിച്ചാടും. നിങ്ങൾ തന്നെ ഓർക്കും, ഇവന്മാർക്ക് എന്താ വട്ടാണെന്ന് ഓർക്കും. You are thinking right now, there are some people who really breaks forth and are they mad? സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, But I'm telling you with very sincere എവിടെയോ love. സ്തോത്രം ഈ ദൈവപ്രവൃത്തി അവിടെ ശരീരത്തിൽ വന്ന് അടിച്ചതാ. They have had this experience at some point in their life where they had a touch from the Holy Spirit on their flesh. ഏതോ ദൈവപ്രവൃത്തി വന്ന് അടിച്ചപ്പോൾ പിന്നെ അടങ്ങിയിരിക്കാൻ അനുവദിക്കുന്നില്ല. When that experience had happened, since then they are not able to remain silent. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഒരു കാര്യം കൂടെ പറയാം. ഈവൻ ഒരുവനെ ഉപവസിക്കണമെങ്കിൽ പോലും അകത്തെ അന്തരാത്മാവ് ശക്തി വേണം. I want to remind you this morning that even for somebody to fast, they need to have a great stirring of the spirit inside. ആത്മനിറവകത്തുണ്ടെങ്കിലേ ഉള്ളൂ ഒരു നേരത്തെ ഭക്ഷണം വെടിയാൻ പറ്റത്തുള്ളൂ. If you only have the spirit of the Lord inside of you in full, then only you can even do the fasting. അല്ലെങ്കിൽ ജഡമനുഷ്യൻ 12 മണി ഉച്ചയാകുമ്പോൾ പറയും എനിക്ക് വിശക്കുന്നെന്ന്. And the man who walks in the flesh, when it's about 12, they say that I am hungry. എന്നാൽ അകത്തെ അന്തരാത്മാവ് ബലപ്പെടാൻ തുടങ്ങി കഴിയുമ്പോൾ സ്തോത്രം അതിന്റെ ജഡത്തെ അതിജീവിക്കാൻ തുടങ്ങും. Amen. When the spirit is about to fill deep inside, you will be start strengthening. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. അപ്പോൾ ആത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ, when the spirit of the Lord descends upon somebody, വ്യത്യസ്തമായ അനുഭവങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. there are different experiences that happens in his life. പറയുന്നു പിള്ളാർക്ക് ലഭിച്ചത് പ്രവചനമാണ്. It says that the sons and daughters will prophesy. പ്രായമുള്ളവർക്ക് ലഭിച്ചത് സ്വപ്നമാണ്. Your old men will dream dreams. യൗവനക്കാർക്ക് ലഭിച്ചത് ദർശനമാണ്. Young men will see visions. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. I want to ask you one thing. What is the difference between the vision and the dream? What is the difference between vision and dream? Anybody has any answer? ആർക്കെങ്കിലും ഉത്തരമുണ്ടോ? ഞാനിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, രാത്രിയിൽ കാണുന്നതാണ്
ഡ്രീം, പകൽ ആ സെയിം കാര്യം കണ്ടാൽ അത് വിഷനാണെന്ന്. Anything that you see at the night in your sleep, that's dream. And anything that you see when you're awake or during morning, that's called vision. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാ ഈ ദൂത് നൽകിയപ്പോൾ ഞാൻ വീണ്ടും അത് ആ പദം ഒന്നുകൂടെ ഒന്ന് വായിക്കാൻ ശ്രമിച്ചു. When the Holy Spirit spoke to me about this word to speak to you in this morning, അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, the Lord told me, ഇത് മൂന്നും ഒന്ന് തന്നെയല്ലേ? these three things are in the same. സെയിം കാര്യം. കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്നു, It says that the sons and daughters will prophesy, വൃദ്ധന്മാർ സ്വപ്നം കാണുന്നു, the old men will dream dreams, യൗവനക്കാർ ദർശിക്കുന്നു. your young men will see visions. ദർശിക്കുന്നു. കൃപാവരം ഒരുവൻ വരുമ്പോൾ അവൻ ചില നിമിഷങ്ങളിൽ വെളിപ്പാട് കാണും. When the operation of the gifts comes upon somebody, they will see revelations. Yes, revelation കാണും. ചില സമയങ്ങളിൽ പ്രവചിക്കും. They will prophesy it sometimes. അപ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ? It's all the ഇതെല്ലാം same. ദൈവത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഒന്ന് തന്നെയാണ്. It all comes from the same source of the Holy Spirit. Praise the Lord. 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 ഇതെല്ലാം ഒന്ന് തന്നെ, ആത്മാവിൽ നിന്ന് നമുക്ക് ഇങ്ങനെ അനുഭവവേദ്യമാകുന്ന ഒന്ന് തന്നെ. It is the same thing that comes from the Spirit. ഇതിന്റെ പ്രത്യേകത എന്താ? പ്രവചിക്കുന്ന ഒരുവന്റെ പ്രത്യേകത. What is the difference അല്ലെങ്കിൽ ഒരു of പ്രവാചകൻ, what is meant by prophet? what makes them different, or what is called by a prophet? എന്താ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ? ബൈബിളിൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ എന്താ? What is called a prophet in Bible, according to Bible? നമ്മൾ പ്രവാചകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് പ്രവാചകൻ നാളെയെ കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പറയുന്ന ഒരു പ്രവാചകനെ മാത്രമേ നമ്മൾ We have കണ്ടിട്ടുള്ളൂ. only seen the prophets who talks about our future or the things that we are going through. അതുകൊണ്ട് പ്രവാചകനെ കുറിച്ച് നമുക്ക് വികലമായ ഒരു ചിന്താഗതിയുണ്ട്. So we have a very narrow thinking about a prophet. ഇന്ന് ബൈബിളിലെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാ? But when you go back to the word, you will understand what a prophet in the Bible is. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം Amen. വിളിച്ചു പറയുന്നവൻ. A prophet is somebody who speaks the word of God, speaks. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറയുന്നവൻ. Somebody who speaks the word of God. Praise the Lord. Amen. ദൈവത്തിന്റെ ശബ്ദം വിളിച്ചു പറയുന്നവനാണ് പ്രവാചകൻ. Somebody who proclaims the voice of the Lord, he's അത് called a prophet. നാളുകളിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവാചകൻ പറയും. He will talk about the things that's going to happen in future. അത് മാത്രമല്ല, ഇന്നുകളുടെ അവസ്ഥയും പ്രവാചകൻ പറയും. He will also interpret and know the things that you're going through right now also. മാത്രമല്ല, എവിടെയാണ് റിസ്റ്റോർ ആകേണ്ടതെന്നും പ്രവാചകൻ പറയും. The prophet will also talk about where you need to be restored. ആ പ്രവാചകന്മാരെ നമ്മൾ കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. Those prophets you have not seen yet. അതാണ് യഥാർത്ഥ പ്രവാചകന്മാർ. That's the prophet. അപ്പൊ ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, But I want to ask you again one more thing. ദർശകൻ, what is visionary? Who is a visionary? വിഷണറി എന്ന് പറഞ്ഞാലും നാളുകളെ കുറിച്ച് ദർശനം കാണുന്നവനാണ് ദർശകൻ. Somebody who sees visions about the future or about tomorrow is somebody who's called a visionary. അപ്പൊ നാളുകളെ കുറിച്ച് ദർശനം കാണുന്നവൻ മാത്രമല്ല ദർശകൻ. Somebody who sees about the future things is not only a visionary. അതാണ് ഞാനും പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നത്. That's what I thought about. എന്നാൽ ഇന്നുകളുടെ സാഹചര്യത്തെയും ദർശകൻ ദർശിക്കും. The situation right now that we are going through, he will also see visions about that. They are also called visions. മാത്രമല്ല, എവിടെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടതെന്നും ദർശകന് ആത്മാവിൽ തിരിച്ചറിയാൻ കഴിയും. Somebody who has vision or a visionary will know about where we need to rectify. അപ്പൊ നിങ്ങൾ പറഞ്ഞാട്ടെ, ദർശകനും പ്രവാചകനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Now tell me, is there any difference between a prophet and a There is no visionary? difference. That means a visionary is a prophet and a prophet is a visionary. It basically means that visionary is a prophet and prophet is a visionary. അപ്പോൾ യോവേൽ പ്രവാചക പുസ്തകത്തിൽ നമ്മൾ ആ പ്രവചന ശബ്ദമായിട്ട് നമ്മൾ കേട്ടു, ഇന്നുകളുടെ അവസ്ഥ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. In chapter Joel, we heard about the things that they were going through and about the prophecies that Joel spoke. എന്നാൽ ഞാൻ അടുത്ത യോവേൽ കഴിഞ്ഞപ്പോൾ അടുത്തൊരു പുസ്തകം കണ്ടു, ആമോസ്. After the book of Joel, I saw a book called
Amos. സാധാരണ ആരും പ്രസംഗിക്കുന്ന പുസ്തകമല്ല ആമോസ്. It's not a book that everybody preaches. അപ്പോൾ ഈ ആമോസിനകത്ത് 5 ദർശനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ In the കഴിയുന്നു. book of Amos, we can see about 5 different visions. 5 ദർശനങ്ങൾ. 5 different അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, പ്രവാചകൻ അവൻ ദർശനങ്ങളെ കാണുന്നവനാ. So that's what I was talking about. A prophet will see visions. പ്രവാചകൻ ദർശനം കാണും. Oh, the prophet will see visions. അപ്പോൾ 5 ദർശനം ഈ പുസ്തകത്തിനകത്തുണ്ട്. There are 5 visions in the book of Amos. 7, 8, 9 അധ്യായത്തിൽ 5 ദർശനം അവിടെ എഴുതി In വെച്ചിരിക്കുകയാണ്. chapter 7, 8, and 9, there are 5 visions. ഒന്നാമത്തെ വിഷൻ എന്താ ചോദിച്ചാൽ 7-ാമത്തെ അധ്യായം. The first കർത്താവ് vision, എനിക്ക് കാണിച്ചു തന്ന പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങി. അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ല് അരിഞ്ഞ ശേഷം മുളച്ച 2-ാമത്തെ പുല്ലായിരുന്നു. അപ്പോൾ അവ ദേശത്തിലെ സസ്യം തിന്നു തീർത്തപ്പോൾ ഞാൻ യഹോവയായ കർത്താവിനോട് ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. in Amos chapter 7 verses 1 it says, this is what the sovereign Lord says. He was preparing swarms of locusts of the king's share had been harvested, and just as the late crops were coming up, when they had stripped the land clean and cry out, sovereign Lord, forgive, how can Jacob survive? He is so small. ഞാൻ ഇപ്പോൾ നിങ്ങൾ വായിച്ചപ്പോൾ ചിലർക്ക് മനസ്സിലായില്ല, ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞ് മനസ്സിലാക്കാം. Though you have not understood, ഇത് I want to explain about അന്നത്തെ ഒരു ഭൗതിക അവസ്ഥയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ആമോസ് കാണുന്നത്. this. This was about a financial situation that was going through at that time. കാര്യം ഇവിടെ 1-ാമത്തെ പുല്ലെന്ന് 2-ാമത്തെ പുല്ലെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. Here it talks about first grass and second grass. 1-ാമത്തെ പുല്ല് ആരുടേതായിരുന്നു അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? What does it say about the first grass? Was about രാജാവിന്റെ. ദാറ്റ് മീൻസ് the king's share. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന ഭൗതിക നന്മയുടെ 45%ഉം അന്നത്തെ രാജാവ് അത് എടുത്തുകൊണ്ട് So പോകുമായിരുന്നു. the 45% of the income was given to the king during that time. അവിടെ 45 ആണെന്നോ എനിക്കറിയില്ല. I really don't know how much is. നമ്മുടെ പുല്ല് 45% പോകുന്നുണ്ട്, അതിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. I know that 45% of our income is going. അതിനുശേഷം വീണ്ടും ഒരു കാര്യം കൂടെ സംഭവിക്കുന്നു. And there is also one more thing that's happening. വീണ്ടും ഉണ്ടായി വരുന്ന പുല്ല്, The grass that was grown again, അത് വിട്ടിൽ തിന്നുകളയുന്നു അല്ലേ? and it says that it was had by the locust, the swarm of locusts. യോവേലിന്റെ പുസ്തകത്തിൽ പോലെ തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. It's the same thing that was written in the book of എന്നാൽ Joel. ഇവിടുത്തെ പ്രവാചകൻ അല്പം ഒരു വ്യത്യാസമുണ്ട്. But there is a slight difference ഈ with this പ്രവാചകൻ prophet. കർത്താവിനോട് പറയുക, This prophet is telling കർത്താവേ the Lord, ക്ഷമിക്കണേ, he says, the Lord, please യാക്കോബ് repent. എങ്ങനെ നിവർന്നു നിൽക്കും, How can Jacob അവൻ survive? ചെറിയവനല്ലോ എന്ന് അനുദപിച്ചു. He is so small, so the Lord Yes. relented. അപ്പോൾ ഇവിടെ ദേശം അനുദപിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. Here the nation didn't repent. മറിച്ച് ഇവിടെ അനുദപിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രവാചകൻ. Here the person who repented was the prophet. ദർശനം കണ്ടവൻ ഇപ്പോൾ ദേശത്തിന് വേണ്ടി Jesus. ഇടിവി നിൽക്കുക. The person who saw the vision, he is relenting or he's അങ്ങനെയാണെങ്കിൽ repenting. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പ്രവാചകന്മാരോടും ദർശകന്മാരോടും ആത്മാവിൽ ഇന്ന് രാവിലെ പറയട്ടെ, ദേശത്തിന് വേണ്ടി ഇടിവി നിൽക്കുവാനാണ് കർത്താവ് നിന്നെ കണ്ടിരിക്കുന്നത്. I want to remind you to the prophet and prophetess in the room, if you stand in gap and relent for the city, then God will relent from his. അങ്ങനെ ഇവൻ ദൈവസന്നിധിയിൽ നിവർന്ന് അനുദപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, When the prophet was repenting for the city, ബൈബിൾ പറയുന്നു യഹോവ അതിനെക്കുറിച്ച് അനുദപിച്ചു, അത് സംഭവിക്കില്ലെന്ന് അരുളി ചെയ്തു. the Bible says that, so the Lord relented and this will not happen, the Lord said. Praise the Lord. Praise the Lord. എന്നാൽ രണ്ടാമത് വീണ്ടും അവൻ മറ്റൊരു ദർശനം കാണുകയാണ്. And again he's seeing another vision. ഇപ്പോൾ Now തീ കൊണ്ട് വ്യവഹരിക്കുവാൻ കർത്താവ് ഇവിടെ കടന്നു വന്നിരിക്കുന്നു. and he is seeing another vision where he says the sovereign Lord has calling for judgment by fire. Yes. തീ കൊണ്ട് ദൈവം ജനത്തെ വ്യവഹരിക്കുവാൻ കടന്നു വന്നു. The Lord is going to judge the people by fire. ഈ സമയത്തും പ്രവാചകൻ പറയുകയാണ്, കർത്താവേ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും, അവൻ ചെറിയവനല്ലോ. Then the prophet cries out, says, sovereign Lord, I beg you stop. How can Jacob survive? ഇതാ He's so പ്രവാചകൻ small. നിലവിളിച്ചപ്പോൾ When the prophet cried ബൈബിൾ out, പറയുന്നു the Bible കർത്താവ് says, വീണ്ടും അനുദപിച്ചു,
ചെയ്യുവാൻ പോകുന്ന കാര്യം ദൈവം മാറ്റിവെച്ചു. The prophet cries out and the Lord says, so the Lord relented that this will not happen either. ഇനി മൂന്നാമത്തെ ദർശനം ഇവിടെ കാണുകയാണ്. And we see the third vision. ഇവിടെ കാണുന്ന ദർശനം ഇങ്ങനെയാണ്. This is the vision. കർത്താവ് കയ്യിൽ ഒരു തൂക്കുകട്ട പിടിച്ചിരിക്കുന്നു. The Lord was standing by a wall that had been built through to plumb. ഇങ്ങനെ തൂക്കുകട്ട പിടിച്ചിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. Oh, he has a plumbed line in his hand. He says that I will not spare them. 2 പ്രാവശ്യം ദൈവസന്നിധിയിൽ ആമോസ് നിലവിളിച്ചു. 2 times Amos cried out in the midst of God. ജനത്തിനു വേണ്ടി അവൻ നിലവിളിച്ച് കരഞ്ഞു. He cried out for the people. എന്നാൽ ഇപ്പോൾ അവൻ കാണുന്നത് മൂന്നാമതായിട്ട് അവൻ കാണുന്ന ഒരു തൂക്കുകട്ടയാണ്. And the third vision he's seeing is a plumbed line in his hand. എന്താണ് തൂക്കുകട്ട കാണിക്കുന്നത്? What is a plumbed line? തൂക്കുകട്ട കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? Have you seen? മേസ്തിരിമാരുടെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ട്. There is a plumbed line or a brick. എന്തിനാന്ന് ചോദിച്ചാൽ What is it? പ്രൈസ് എന്ന് പറഞ്ഞേ, What is it? ലെവലിങ്ങിന് വേണ്ടിയാ. It's for leveling. നമ്മൾ മതില് കെട്ടുമ്പോൾ When we build a wall, ആ കെട്ടുന്ന മതില് ഈവൻ ആകേണ്ടതിന്, in order to make the wall even, we use the plumbed line. സകലവും യഥാസ്ഥാനപ്പെട്ട് അലൈൻ ആകേണ്ടതിന്, Everything and anything that needs to be aligned. ഓരോ കട്ട വെച്ച് കഴിയുമ്പോഴും മേസ്തിരി ആ പ്ലം ലൈൻ എടുക്കും. Every brick when he puts on the wall, he will take that plumbed line. അപ്പോൾ ആലയത്തിന്റെ പണി വളരെ പതുക്കെയാണ് നടക്കുന്നത്. The building of the temple is happening very slowly. ഓരോ പ്രാവശ്യവും ഓരോ കട്ട വെച്ച് കഴിയുമ്പോഴും അവൻ പ്ലം ലൈൻ എടുക്കും. Every time he puts a brick, he takes the ഈ plumbed പദം line. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. സ്തോത്രം. സെരുബ്ബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് അവൻ സന്തോഷിച്ചു. It says in the book of Zechariah the same thing. The plumbed line that he saw with the Zerubbabel, he was restored. Yes, തൂക്കുകട്ട കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ ദൈവം സന്തോഷിച്ചു. When God saw the plumbed line, he was happy. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സക്കറിയാവ് മൂന്നാമത്തെ ദേവാലയം പണിതുകൊണ്ടിരിക്കുക, രണ്ടാമത്തെ ദേവാലയം. Because we can see that Zerubbabel was building the temple. അപ്പോൾ ദേവാലയം പണിതുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു തൂക്കുകട്ടയുണ്ട്. When he was building the temple, there was a plumbed അവൻ line. വെക്കുന്ന ഓരോ കല്ലുകളും യഥാർത്ഥമായി അതിന്റെ അലൈൻമെന്റിൽ വെക്കുവാൻ അവൻ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. When he was placing each brick, he was taking the plumbed line and he was leveling it. അങ്ങനെയാണെങ്കിൽ ദൈവസഭ പണിയുന്നതും അലൈൻമെന്റിലാണ്. Because of that, I want to tell you that even the temple of the Lord and the house of the Lord is built with an alignment. വെറുതെ ഒരു കുറെ കട്ട വെച്ച് ദൈവാലയം ഒരിക്കലും പണിയത്തില്ല. We cannot make the temple of the Lord with so many different അത് bricks. ദൈവസഭയല്ല. That's not the house of അതിന്റെ God. പേര് വല്ല ഇൻസ്റ്റിറ്റ്യൂഷനോ ഓർഗനൈസേഷൻ എന്നൊക്കെയാ That might be an പറയുന്നത്. institution, organization. വീണ്ടും ജനം പ്രാപിച്ച സഭയെ ദൈവം പണിയുന്നത് അതിന്റെ യഥാർത്ഥമായ അലൈൻമെന്റിലാണ്. But the church that's born again, he builds that church in alignment. ഓരോ തൂക്കുകട്ട വെച്ചും അതിനെ കൃത്യമായി ഇരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ദൈവം പണിത് ഉയർത്തിക്കൊണ്ടിരിക്കുക. When he places each brick, he will align with the plumbed line each step by step. എന്നാൽ ഇവിടെ ഞാൻ മടങ്ങി വരുന്നു. സ്തോത്രം. ഇപ്പോൾ ഇവിടെ കാണുന്ന കാര്യം, സ്തോത്രം, ആമോസ് ഈ പ്രാവശ്യം ദൈവത്തോട് ദൈവസന്നിധിയിൽ അവൻ നിലവിളിക്കുന്ന കാണുന്നില്ല. In this fourth time, we are seeing that the Amos is not repenting before the Lord. അതിന്റെ കാരണം മലയാളത്തിൽ പറയുന്നുണ്ട്, ഇസ്ഹാക്കിന്റെ പൂജാഗിരികൾ പാഴും ഇസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യമായി തീരുമെന്ന പറയുന്ന കാര്യം. ഇവിടെ എല്ലാം പൂജാഗിരികളുണ്ട്, ജാതീയ ദേവന്മാരുടെ ആരാധനാലയങ്ങൾ. സ്തോത്രം. ഈ ദേശത്ത് മുഴുവൻ, ഇസ്രായേലിൽ മുഴുവൻ ഇപ്പൊ വ്യാപരിച്ചു കിടക്കുക. It says in the verse 9, the high places of Isaac will be destroyed, the sanctuaries of Israel will be ruined. മാത്രമല്ല അടുത്ത പദം പറയുന്നു, യെരോബെയാം ഗ്രഹത്തോട് വാളുമായി എതിർത്തു നിൽക്കുമെന്ന്. And it says that Amasa, the priest of Bethel, sent a message to Jeroboam. അങ്ങനെയാണെങ്കിൽ രാജാവ് വരെ ഇപ്പോൾ ജാതീയ വിഗ്രഹങ്ങളെ സേവിച്ച് ആരാധിച്ച് അതിന്റെ പൂജാഗിരികളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. It even says that even the kings are worshipping the evil and pagan gods. Praise the Lord. 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 ഈ പ്രാവശ്യം ഈ ആമോസ് നിലവിളിച്ചില്ല. This time Amos didn't repented.
പക്ഷേ ആമോസ് ചെയ്തതായിട്ട് ഇവിടെ ഒരു കാര്യം കാണുന്നുണ്ട്. But one thing we can see what Amos did. എന്താ ചെയ്തെന്ന് 10ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിയാട്ട് You will see what you അവിടെ will see പറയുന്നു, in verse ബേഥേലിലെ 10. പുരോഹിതനായ അമസ്യാവ് ഇസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ് ഇസ്രായേൽ ഗൃഹത്തിന് മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു, അവന്റെ വാക്കൊക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല എന്ന് പറഞ്ഞു. Verses 10 it says that then Amos the priest of Bethel sent a message to Jeroboam the king of Israel. Amos is rising a conspiracy against you in the very heart of Israel. അപ്പോൾ നിങ്ങൾക്കറിയാം ആമോസ് കൂട്ടുകെട്ടൊന്നുമല്ല. ആമോസ് ഇപ്പോൾ ദൈവത്തിന്റെ വചനം ആ ദേശത്ത് പറയാൻ തുടങ്ങി. Now the Amos the prophet is started to declare the word of God to the city. പ്ലം ലൈനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് ദർശനം കിട്ടിയ ആമോസ് ഇതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. The vision that he saw about the plumb line, he started to declare that to the city. അപ്പോൾ ആമോസ് പറയാൻ തുടങ്ങി, ആലയം പണിയപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ദേശം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇത് കൃത്യമായ അലൈൻമെന്റിൽ ദൈവസ്ഥനിലേക്ക് യഥാസ്ഥാനപ്പെടണമെന്ന് ആമോസ് പറയാൻ Amos started to declare to the city that if you wanted to level things, you have to get aligned to the God. സ്തോത്രം. അപ്പോൾ ബേഥേൽ എന്ന് പറയുന്ന അന്നത്തെ ഇസ്രായേലിന്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നോർത്തേൺ കിങ്ഡം ആണ്. 10 ഗോത്രങ്ങളുള്ള അവരുടെ ആലയം സ്ഥിതി ചെയ്യുന്ന ബേഥേലിലാണ്. We are talking about Bethel, the 10 northern അപ്പോൾ kingdom. ബേഥേലിൽ ഒരു പുരോഹിതനുണ്ട്, അവന്റെ പേരാണ് അവിടെ പറയുന്ന അമസ്യാവ്. There was a priest in Bethel, his name is Amaziah. അപ്പോൾ ഇപ്പോൾ ആമോസ് എന്ന കാര്യത്തെ അവൻ അതിനെ ഒന്ന് തിരിച്ചിട്ട് അവൻ പറഞ്ഞു, ഇപ്പോൾ ഇസ്രായേൽ ഗൃഹത്തിന് നേരെ ഇവൻ കൂട്ടുകെട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. Amos is telling to him that there is a conspiracy against you in the very heart of Israel. സ്തോത്രം, Amen. സ്തോത്രം, Amen. സ്തോത്രം. Amen. യഹൂദ ഗ്രഹത്തിൽ നിന്നും ഇസ്രായേൽ ഗ്രഹത്തിൽ പോയി പ്രവചിച്ച ഒരു പ്രവാചകൻ ആമോസ്. From the tribe of ജൂഡ. From the tribe of Judah, he went into Israel and prophesied. അപ്പോൾ ഇങ്ങനെ പ്രവചിക്കാൻ കാര്യം, സ്തോത്രം, ദൈവത്തിലേക്ക് ആ ജനം മടങ്ങി വരണം. He prophesied because he wanted the people of God to return back to the അപ്പോൾ Lord. അവൻ കണ്ട ഒരു ദർശനം അവന്റെ മുൻപിൽ നിൽക്കുന്ന തൂക്കുകെട്ട. And the vision that he saw was about the plumb line. അപ്പോൾ തൂക്കുകെട്ട കാണിക്കുന്ന റിസ്റ്റോറേഷൻ അല്ലെങ്കിൽ യഥാസ്ഥാനത്തെ, സ്തോത്രം, എവിടെയൊക്കെയോ ചിതറിക്കിടക്കുന്നതിനെ യഥാസ്ഥാനപ്പെട്ട് കൃത്യമായ അലൈൻമെന്റിൽ അത് വരണം. It shows that whatever has been shattered away, it has to get aligned. എന്നാൽ അതുവരെ സ്തോത്രം അതിന് കഴിയാതെ വണ്ണം ദേശം അത്രമാത്രം നശിച്ചിരിക്കുകയാണ്. And for even that to happen, the city has gone into big ruins. കേൾക്കണോ? വേഴ്സ് നമ്പർ 12 പറയുകയാണ്. Verses 12 it says, ആ ദേശത്തിന്റെ പുരോഹിതൻ അമസ്യാവ് ഇപ്പോൾ ആമോസിനെ വിളിക്കുക, എടോ ദർശക. then Amaziah said to Amos, get out, you seer. വളരെ റെസ്പെക്ട്ഫുൾ വേർഡ് അല്ലേ? എടോ, പ്രവാചകനെ വിളിക്കുക, എടോ. സ്തോത്രം. അടുത്ത പദം പറയുകയാണ്, യഹൂദ ദേശത്തിലേക്ക് നീ ഓടിപ്പോയിക്കൊള്ളുക. To the prophet he says, go back to നീ the land of അവിടെ Judah. പോയി ആഹാവൃത്തി കഴിച്ചുകൊള്ളുക. He says that earn your bread there. അപ്പോൾ ഇവൻ പറഞ്ഞ 2 പോയിന്റ് അവിടെ പറഞ്ഞത്, ഒന്ന്, നിന്റെ ദേശത്തിലേക്ക് നീ മടങ്ങി പോയിക്കോളോ, നീ എന്റെ ദേശത്ത് പ്രവചിക്കണ്ട. The king says 2 points. One is go back to the land, and the second one he says that don't prophesy anymore at Bethel. രണ്ടവൻ പറഞ്ഞു, നീ അവിടെ പോയി ആഹാവൃത്തി കഴിച്ചോളാ. He says that earn your bread there. അപ്പോൾ ഇവൻ ചിന്തിച്ചത് പ്രവാചകന്മാരെല്ലാം ഇവനെ പോലെയാണെന്ന് ചിന്തിച്ചത്. ഇത് അഹോവൃത്തിയുടെ വേണ്ടി ഇറങ്ങിയ പണിയാന്ന് ഇവൻ ഓർത്തിരിക്കുന്നത്. He thought that all the prophets were like him who prophesied for money. എന്നാൽ ആമോസ്, But Amos, ഇപ്പൊ ബേഥേലിൽ വന്നത് അഹോവൃത്തി കഴിക്കാനല്ല, ദൈവത്തിന്റെ ആലോചന പറയാനാ but വന്നിരിക്കുന്നത്. Amos came to Bethel not for his financial needs, but he came by the word of God. Praise the Lord. Praise the Lord. അപ്പോൾ അടുത്ത ആമോസ് അമസ്യാവിനോട് അടുത്ത അമസ്യാവ് ആമോസിനോട് പറയുന്ന അടുത്ത പദം കേൾക്കണം. But what Amos replies to Amaziah, ഇത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമാണ്. this is the house of the Lord, and this is the king's sanctuary and the temple of the kingdom. ഈ പദം യെരൂശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. യെരൂശലേം ദേവാലയം, ഇത് ദൈവത്തിന്റെ ആലയവും ദൈവത്തിന്റെ രാജധാനിയും. The temple of Jerusalem is the king's sanctuary and the temple of the kingdom. എന്നാൽ ഇവിടെ പറയാണ് ഇത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമാണ്. And here it says that the king's sanctuary and the temple of the kingdom. അപ്പോൾ ആമോസ് അമസ്യാവിനോട് പറഞ്ഞ പദം ഇങ്ങനെ പറയുകയാണ്,
Amos says to Amos here, ഞാൻ പ്രവാചകനല്ല, I was neither a ഞാൻ prophet പ്രവാചക ശിഷ്യനുമല്ല, nor the son of a prophet, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനുമാണ്. but I was a shepherd and I also ഞാൻ took care of ആടുകളെ sycamore fig tree. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ But the Lord took me from യഹോവ എന്നെ പിടിച്ച് But the Lord took me from tending the നീ flock. ചെന്ന് എന്റെ ജനമായ ഇസ്രായേലോട് പ്രവചിക്ക Man, എന്ന് Jesus, and- യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞു. And said to me, go prophesy to my people of Israel. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ആമോസ് പറയുകയാണ് ഞാൻ പ്രവാചകനുമല്ല പ്രവാചക ശിഷ്യനുമല്ല. Amos is telling that I was neither a prophet nor the ഞാനൊരു son of a prophet. ചെറുക്കനെ കാട്ടത്തിപ്പഴം പെറുക്കി നടന്നവനുമായിരുന്നു. I was a shepherd and I took care of എന്നാൽ sycamore fig യഹൂദയിൽ trees. വെച്ച് ദൈവം എന്നോട് പറഞ്ഞു നീ ഇസ്രായേലിൽ പോയി പ്രവചിക്കുക. But when I was in Judah, the Lord says that go prophesy to Israel. സ്തോത്രം. Amen. എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നാലാമത്തെ ദർശനം കാണാൻ ഞാൻ അവസാനിപ്പിക്കാൻ സമയമായി. Verses in chapter 8 we see the fourth അവിടെ vision. ഇപ്പോൾ ആമോസ് കാണുന്ന ഒരു കുട്ട പഴുത്ത പഴവാ. He sees a basket of ripe fruit. എപ്പോഴും പഴുത്ത പഴം കാണിക്കുന്നത് മനോഹാരിതയെ കാണിക്കുന്നത്. A ripe of fruit or a basket of fruit shows എന്നാൽ beauty. രണ്ടാമത്തെ വാക്യത്തിൽ ഒരു പദം പറയുന്നു എന്റെ ജനമായ ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു. Verses 2 it says that there is a phrase that says that the time is ripe for my people Israel. ഈ പഴുത്ത പഴം കാണിക്കുന്നത് അവരുടെ ഭൗതിക അവസ്ഥയെ കാണിക്കുന്നത്. The ripeness shows their financial stature. ആമോസ് ഇപ്പോൾ പ്രവചിക്കുന്ന 6-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ ഇവരുടെ അവസ്ഥ ഭയങ്കര സാമ്പത്തികമായി ഇവർ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. In chapter 6 Amos sees about the financial situation. 6-ന്റെ 4-ാമത്തെ വാക്യം നോക്കുമ്പോൾ നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിൽമേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യമേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്ന നിങ്ങളുടെ വീണനാദത്തോടെ വർത്ത സംഗീതം ചെയ്ത് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. In verses 6 verses 4 it says you lie on beds adorned with ivory and lounge on your couches. അങ്ങനെയാണെങ്കിൽ ആനക്കൊമ്പിന്റെ കട്ടിലെ കിടക്കുന്ന ഒരു കാലഘട്ടം ഇവരുടെ മുമ്പിൽ. If that's the reason they are being adorned with the ivory and lounge on അപ്പോൾ വളരെ couches. സാമ്പത്തികമായി വളരെ സെറ്റിൽ ആയ ഒരു സമയത്താണ്. They are at the stage where they're very much settled with their financial അതിനെയാണ് stature. ഈ കാണിക്കുന്ന ഈ കുട്ടയിൽ പഴുത്ത പഴത്തെ കാണിക്കുന്നത്. That's why it's been showed the ripe എന്നാൽ basket. കർത്താവ് അത് നോക്കിയപ്പോൾ But when the Lord saw it, കർത്താവ് കണ്ടത് സ്തോത്രം ഇസ്രായേലിന് പഴുപ്പ് വന്നിരിക്കുന്നു. the Lord says that the time is ripe for my കാണുമ്പോൾ people Israel. പഴുത്തായിരിക്കുന്നതെങ്കിലും Though it is ripe at this moment, ഇതിനകം പഴുത്തു. it says that the time is ripe for my people Israel. ഇത് കഴിക്കാൻ കഴിയാതെ വണ്ണം ഇത് റോട്ടനായി. It has gone into a stage of being rotten. ഇത് കണ്ടാൽ പുറമേ പഴുത്തിരിക്കുന്നതെങ്കിലും Though it is ripe in the outside, ഇത് പുറമേ പഴുത്തിരിക്കുന്നെങ്കിലും അകം റോട്ടനായി. it has rotten inside. സ്തോത്രം. Amen. സ്തോത്രം. Amen. സ്തോത്രം. Amen. അഞ്ചാമത് Fifth, ഇനി ദർശനമല്ല ദൈവം അവനോട് ഒരു കാര്യം ചെയ്യാൻ പറയാ. and the fifth thing is not a vision, but this is something that അത് the Lord has 9-ാമത്തെ told me. അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യ. It says in Amos 9:1, യഹോവ യാഗപീഠത്തിന് മീതെ നിൽക്കുന്നത് ഞാൻ കണ്ടു. I saw the Lord standing by the അവൻ altar. അരുളി ചെയ്തെന്നാൽ He said, ഉത്തരങ്ങൾ കുലുങ്ങുമാറ് strike the tops of the pillars പോതികയെ അടിക്ക. so that the thresholds shake. മലയാളത്തിൽ ആ പദത്തിന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പോലെയില്ല. സ്ട്രൈക്ക് ദ ക്യാപിറ്റൽസ് until the threshold shake. Yeah, man. അപ്പോൾ ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ യാഗപീഠത്തിന് മീതെയാണ് ഇപ്പോൾ കാണുന്നത്. It is on the top of the യാഗപീഠം altar. കാണിക്കുന്നു സഭയ. സോ ഇറ്റ്സ് എ ടെമ്പിൾ. It shows അപ്പോൾ the temple. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രവാചകനോട് ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ് സ്തോത്രം ഈ ആലയത്തിന്റെ ഉത്തര കുലുങ്ങുമാറ് നീ ഇതിന്റെ ഈ ഉത്തരത്തിന്റെ മേളിലുള്ള പില്ലറിനെ ആഞ്ഞടിക്കാൻ. To the prophet, the word of the Lord says that strike the tops of the pillars so the threshold shake. Praise the Lord. 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 അടിച്ചാൽ എന്താ സംഭവിക്കുന്നത്? What happens when you strike? ആലയം കുലുങ്ങും. It will start to shake. ആലയം കുലുങ്ങും. It will start to shake. ആലയം കുലുങ്ങിയാൽ When the temple shakes, എന്ത് സംഭവിക്കും? what happens? ഈ പ്ലം ലൈനിൽ പണിയാത്ത ആലയം ചിലപ്പോൾ തകർന്നു പോകും. The temple that's not built with the plumb line will be shattered. മാത്രമല്ല Not that. ഈ ആമോസ് എന്ന് പറയുന്ന പ്രവാചകൻ ആകെ 10 വർഷമേ പ്രവചിച്ചിട്ടുള്ളൂ. Amos the prophet only prophesied for 10 years. ഈ 9-ാമത്തെ അധ്യായം കഴിഞ്ഞ് ആമോസിനെ കാണുന്നേ ഇല്ല. After this chapter 9 we are not seeing Amos anymore.
എനിക്ക് തോന്നുന്ന ഈ പുള്ളി അവിടെ പോയി ആലയത്തിന്റെ മേളിൽ ഇത് ആ പില്ലർ അടിച്ചപ്പോഴത്തേന് പുള്ളിയെ പിടിച്ച് എല്ലാരും കൂടെ ക്രൂശിച്ച് കൊന്നു കാണുമായിരിക്കും. എന്റെ ഗസ്സിംഗ് വർക്കാണ്. I'm just guessing that when he heard this from the Lord, he might have gone up to the temple, and he must have striked, and the people might have bound him. And ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ something that I have spoke to you about a few weeks ago. ദൈവം ഒരുവനെ ഒരു പദ്ധതിക്ക് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ, when God designates somebody for a purpose, മനുഷ്യന് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്യിപ്പിക്കും ചിലപ്പോൾ ദൈവം. he will be tend to do the things that will not please the contemporaries or other people. പക്ഷെ ചെയ്യാൻ തയ്യാറാണെങ്കിലേ ഉള്ളൂ ദൈവം അത് പൂർത്തീകരിക്കത്തുള്ളൂ. But if you're ready to do it, God will accomplish it. അതിന്റെ പേരാ പ്രവാചകൻ. And his name is prophet. പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു. Those were the prophets in the Old Testament. അവരാരും സ്വന്തം ദേശത്ത് അവർക്ക് ഒരു പേരും കിട്ടിയില്ല. They didn't get any name in the places that they were. അവർ ദൈവത്തിന് വേണ്ടി നിലനിന്നു. They stood for the Lord. Praise the Lord. Prophet. ഇന്ന് രാവിലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. This morning I just want to conclude. ഈ രാവിലെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ദൂത് ഇതാണ്. This morning, this is what I wanted to let you know. യൗവനക്കാർ ദർശനങ്ങളെ കാണുമെന്ന പദം ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. Young men will see visions. ആമോസ് കണ്ട 5 ദർശനം ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. This is the visions, the 5 visions that Amos saw. ദർശനം കാണുന്നത് നാളത്തെക്കുറിച്ച് മാത്രമല്ല, ഇന്നുകളെക്കുറിച്ച് കാണും. Visions is not just about tomorrows, but ഇന്നുകളുടെ അവസ്ഥ കാണും. ഇന്നുകളുടെ അവസ്ഥ കാണുമ്പോൾ ആ കണ്ട അവസ്ഥയ്ക്ക് വേണ്ടി ദർശനകൻ അവൻ ദൈവത്തിന് മുമ്പിൽ ഇടിവി നിൽക്കണം. When you see the visions about today, the visionary will stand in gap for that vision. ദൈവസന്നിധിയിൽ അവൻ ഇടിവി നിൽക്കുക മാത്രമല്ല, ദൈവത്തിന്റെ ആലോചന അവൻ തന്റെ ജനത്തോട് വിളിച്ചു പറയും. He will not just that he will stand in the gap, but he will also declare the words of the God. നമ്മൾ കാണുന്നു അവിടെ യോവേലിന്റെ പ്രവചനം അവൻ പോസ്റ്റ് എക്സൈൽ പീരീഡിൽ പ്രവചിച്ച ഒരു പ്രവാചകനാണ്. അവിടെ ജനം മടങ്ങി വന്നതായിട്ട് നമ്മൾ കണ്ടു. In Joel we can see that he is a prophet, post exilic prophet, but he says when he declares that the people of God return. എന്നാൽ ഇവിടെ സ്തോത്രം, ഇവിടെ ജനം മടങ്ങി വന്നോ മാനസാന്തരപ്പെടുകയോ ചെയ്തതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നില്ല. But here we didn't see the people returning back to Lord. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന പുരോഹിതൻ ഇവനോട് പറയണം, എടോ ദർശക, here in this chapter നീ യഹൂദ ദേശത്തിൽ പോയി നിന്റെ അഹോവൃത്തി കഴിക്കേ, ഞങ്ങളുടെ നാട്ടിൽ നിന്റെ പരിപാടി വേണ്ട. The king says that go earn your bread in your land. എന്നാൽ പ്രവാചക, but prophet, നിന്റെ മേലൊരു നിയോഗം ഉണ്ടെങ്കിൽ, if there is a destiny, if there is an assignment over your life, നിന്റെ തല പോയാലും ആ നിയോഗത്തിന് വേണ്ടി നീ നിൽക്കണം. no matter your head is cut off, if there is a designation, നിന്റെ തല പോയാലും നിന്റെ നിയോഗത്തിന് വേണ്ടി നീ നിൽക്കണം. if you have a destiny, if you have a voice from the Lord, stand for it. ദർശക, oh prophet, നിന്റെ തല പോയാലും നിന്റെ നിയോഗത്തിന് വേണ്ടി നീ നിൽക്കണം. oh visionary, stand for the Lord even if your head is taken apart. ഈ രാവിലെ ഒരു ആത്മീയ ദൂത് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. This morning I want just to remind one more thing, and ഒരു ആത്മീയ അർത്ഥം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. I want to talk about a meaning. ഈ ദേശത്തിന് വ്യതിയാനം വരുത്തുവാൻ ഇപ്പോൾ ആമോസ് തീരുമാനിച്ച് ഇത് പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, he wanted to see a change for the land, and Amos നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്രവാചകനെ കണ്ടു. അവന്റെ പേര് അമസ്യാവ് എന്നാ കണ്ടത്. we can see another prophet named അവൻ ബെഥേലിലെ പ്രവാചകനാണെന്ന് നമ്മൾ കണ്ടത്. he was a prophet in Bethel. എന്നാൽ അവൻ പറഞ്ഞ മറുപടിയൊക്കെ നമ്മൾ ഇവിടെ കേട്ടത്. we saw all the replies that he എന്താ അവൻ told. പറഞ്ഞത്? എടോ ദർശക, നിന്റെ പരിപാടി ഇവിടെ വേണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന്, അല്ലേ? he says that we don't want you here, go back to your land. ആ പ്രവാചകന്റെ പേര് ഇന്ന് ഞാൻ പറയാം. അമസ്യാവിന്റെ പേര് ആത്മീയാർത്ഥം ഈ ദേശത്തിന്റെ principalities. oh I can tell you what that prophet is. His name is the principalities of this land. ഈ ദേശത്തെ വാഴുന്ന ടെറിട്ടോറിയൽ സ്പിരിറ്റുകൾ. oh that's the spirit that was working behind him. The territorial spirit പറയും, എടോ ദർശക, the territorial spirit will say to the visionary, ഞങ്ങൾ ഇവിടെ ഇത് വാണോണ്ടിരിക്കുക, നിന്റെ പരിപാടി ഇവിടെ വേണ്ട. we are already having strongholds here, we don't want your works to happen here. എന്നാൽ but അകത്ത് ദർശനമുള്ളവൻ, somebody who has vision inside of his heart, ദൈവാത്മാവ് പറഞ്ഞത് വേണ്ടി ആത്മാവിൽ നിൽക്കും. what the Lord has spoken to that visionary, he will stand for that. ഇനി സ്തോത്രം,
പില്ലറിന് മേലുള്ള സ്തോത്ര പില്ലറിന് അടിക്കാൻ പറഞ്ഞാലും ഇന്ന് പകൽക്കാലം അവൻ അടിക്കാൻ തയ്യാറാ. If you are visionary that the Lord says that strike on the pillar, he will strike it. ആലയത്തെ അടിക്കാൻ പറഞ്ഞാൽ അവൻ തയ്യാറാ. He is ready to strike even the temple. അവൻ അതിനെ അടിക്കാൻ തയ്യാറാ. He is ready even to strike it. ജനത്തിന് കേൾക്കേണ്ടത് സോഫ്റ്റ് വോയിസാ. The voice, the people has to wanted to hear soft പക്ഷേ voices. പ്രവാചക, നിന്റെ നിയോഗം പൂർത്തീകരിക്കണമെങ്കിൽ നീ ആത്മാവിൽ ആഞ്ഞ് ദേവാലയത്തെ അടിക്കണം. But the word of God says that, prophet, in order to accomplish the purpose, you have to strike the temple. അത് ദർശകന്റെ ഉത്തരവാദിത്വം. That's the responsibility of the visionary. ഇന്ന് രാവിലെ ആത്മാവിൽ നീ ചെയ്യുമ്പോൾ, In this morning, as you do ആത്മാവിൽ നീ in spirit, ആത്മാവിൽ നീ അടിക്കുമ്പോൾ, when you strike in spirit, ദേശത്തെ നീ ആത്മാവിൽ അടിക്കുമ്പോൾ, when you strike in the principalities of this city, എങ്ങനെ ആത്മാവിൽ അടിക്കുന്നത്? how can you strike in ഇന്ന് രാവിലെ നീ spirit? ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദിവസം ഇരിക്കുന്നുവെങ്കിൽ നീ ആത്മാവിൽ ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റിനെ, ഈ പുരോഹിതന്റെ ആലയത്തിനെതിരെ നീ ആഞ്ഞടിച്ചോണ്ടിരിക്കുക. Jesus, if you are fasting and praying this morning, I want to remind you that you are striking against the principalities and territorial spirits. ഇന്ന് രാവിലെ നീ എടുക്കുന്ന ഉപവാസം വെറുതെ ആണെന്നാണ് നീ ഓർത്തിരിക്കുന്നത്. Are you thinking that the fasting that you are doing this morning is just for namesake? No. നീ ആത്മാവിൽ ഈ ദേശത്തെ വാണുകൊണ്ടിരുന്ന, വാദിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തിന്റെ ടെറിട്ടോറിയൽ സ്പിരിറ്റുകളുടെ മേഖലകൾക്കെതിരെ നീ ആത്മാവിൽ ആഞ്ഞടിക്കുക. As you are fasting and weeping and crying this morning, you are not just taking it for the namesake, but you are striking the principalities, powers, strongholds and authorities in the spiritual realm. ആത്മാവിൽ ആഞ്ഞടിക്കുക. You are striking them. ആത്മാവിൽ നീ ആഞ്ഞടിക്കുക. You are striking those principalities. ആലയത്തെ നീ അതിനെ തകർക്കും. All the principalities and strongholds that was over the temple, you are striking on that. Yes. യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ചിലതൊക്കെ നടുവാനും ഞാൻ നിന്നെ ചിലതൊക്കെ പണിയുവാനും മാത്രമല്ല ചിലതിനൊക്കെ പൊളിക്കാനും ആയിട്ടാണ് ഞാൻ ആക്കി വെച്ചിരിക്കുന്നത്. Yes, to Jeremiah he just not says that, not just to build and rise things up, but he says that I am here to strike over something. അങ്ങനെയാണെങ്കിൽ ദർശക, ഇന്നത്തെ ചില ആലയങ്ങൾ പൊളിയപ്പെട്ടാൽ മാത്രമേ എന്റെ ആലയത്തെ എനിക്ക് പണിയാൻ കഴിയുള്ളൂ. Oh, he says that visionary, if you only strike over that principalities, only then I can build things up. Oh, Rabba Shantarajana, Vaidaraja Vaushyanthaba, Uraba Pavariyanthana, Uraba Pavariyanthana, Uraba Shatarajana, Uraba Shadariyanthana Baba. ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ട് ഇന്ന് രാവിലെ നിലവിളിക്കുന്ന ദർശക, the situations that you are going through and you are disappointed, oh visionary. ഇന്നത്തെ അവസ്ഥ കണ്ടുകൊണ്ട് നിലവിളിക്കുന്ന ദർശക, oh the situation that you see right now and you cry out, oh visionary. നിന്നെക്കുറിച്ച് ദൈവത്തിന് ഒരു നിയോഗമുണ്ട്. There is a purpose for you, oh visionary. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. Oh prophet, you have a great purpose. ഇന്നത്തെ കറന്റ് സിസ്റ്റത്തെ നീ ബ്രേക്ക് ചെയ്യണം. Oh, you will break the current system. ഈ കറന്റ് സിസ്റ്റത്തെ നീ ബ്രേക്ക് ചെയ്യണം. You will break the current system. ഇപ്പോഴത്തെ പാപത്തിന്റെ കറന്റ് സിസ്റ്റത്തെ നീ ആത്മാവിൽ ബ്രേക്ക് ചെയ്യണം ദർശക. You will break the powerful systems of the sin, oh visionary. ഇവിടെ ഇരിക്കുന്ന യങ് മാൻ ആൻഡ് യങ് വുമനോട് ആത്മാവിൽ ദൈവാത്മാവ് ദൂത് പറയുക, കറന്റ് സിസ്റ്റത്തെ നീ ആത്മാവിൽ പൊളിക്കണം. Oh young men and women of God, I want to tell you today, you will break the systems of sinful patterns. The system of the world in രാവിലെ നീ ആത്മാവിൽ പൊളിക്കണം. Oh the sinful systems of this world, you will break it. You have to break it. You will break it. നീ ആത്മാവിൽ പൊളിക്കണം. You will break it. നീ ആത്മാവിൽ പൊളിക്കണം. You will break it. നീ ആത്മാവിൽ പൊളിക്കണം. You will break it. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ആത്മാവ് നിന്റെ അകത്ത് അന്തരാത്മാവിൽ ഇപ്പോൾ വന്ന് ഹിറ്റ് ചെയ്യുന്നത്. Oh right now that's why the spirit of the Lord is ministering to you. Re baba sabrata baba kata. ഇതിനകത്താരോടൊക്കെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ആത്മനിയോഗത്താൽ ദൈവാത്മാവ് അവരുടെ ഹൃദയത്തിനകത്തേക്ക് ഹിറ്റ് ചെയ്യുക. This morning the spirit of the Lord is hitting your heart. ഈ കാലഘട്ടത്തിന്റെ സിസ്റ്റം ഓഫ് ദി ഡാർക്ക് വേൾഡിനെ പൊളിക്കാനാക്കിയ
Oh, yes. ദർശകനാണ് നീ. Oh, that there's a spiritual darkness that's hovering over the land. Oh, visionary, you are the visionary that will break it. ഇന്നലകൾ വരെ സ്തോത്ര അധികാരം പറഞ്ഞ ശക്തികളെ ആത്മാവിൽ പൊളിക്കാനാ നിന്നെ ഈ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്. Every principalities that was holding you, that was holding your family, that was holding over the city. Oh, visionary, you are that visionary that will break it. ആത്മാവിൽ എഴുന്നേറ്റാട്ടെ. Oh, rise up. Rise up on your feet. Rabba Sabataba Kataya. Lebrata Mama Seterebeke. ആത്മാവിലെ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയാട്ടെ. അന്യഭാഷയിൽ ദൈവത്തെ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇന്ന് പകൽ നീയും പറയുന്നുണ്ടായിരിക്കും ഞാൻ കാട്ടത്തി പഴം പെറുക്കുന്നവനാണ്. Yes, sir, you might say that I am just a man who takes the fig trees. ഞാൻ വെറും ഇടയച്ചെറുക്കനാണെന്ന്. I might be a shepherd this എന്നാൽ ഇന്ന് morning. രാവിലെ ആത്മാവ് പറയുന്നു അല്ല, നിന്റെ മേൽ ഞാൻ ദർശനം തന്നിട്ടുണ്ട്. But the Spirit of the Lord is telling this morning, you are not just a shepherd. യഹൂദിയോട് പറയാനുള്ള ദർശനം നിന്റെ മേൽ തന്നിട്ടുണ്ട്. You are a prophet. You are a visionary that will declare words to ആ nations. പറയുവാൻ മാത്രമല്ല ചിലതിനെ പൊളിക്കാൻ നിന്റെ അകത്ത് ഇന്ന് രാവിലെ നിയോഗം തന്നിട്ടുണ്ട്. I want to remind you not just to tell, but you will break principalities. You will break patterns. You will break authorities. Yes,